Okay, second sum of T&AT anatomy and physiology unit 3 and we'll discuss another. Question 1, heart is located in thoracic cavity. Thoracic cavity mediastinum and the central portion mediastinum or mediastinum heart located. Answer B. The covering of heart in the covering the pericardium, lungs in the covering the pleura, abdomen lining the peritoneum. Okay. Heart in the lining endocardium. Heart lining and pericardium. Right atrium receives blood from right atrium blood വരുന്നത് vena cava എന്നാണ് രണ്ട് vena cava ഉണ്ട് superior inferior ബോഡിയുടെ മുകൾ ഭാഗത്ത് വരുന്ന superior vena cava ബോഡിയുടെ താഴെ ഭാഗത്ത് വരുന്ന inferior vena cava ആൻസർ സി ആണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ഹാർട്ടിന്റെ മെയിൻ പമ്പ് അത് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഔട്ടേക്ക് അകത്ത് വന്ന ഹാർട്ടിലാണ് പിന്നെ ബോഡിക്ക് മൊത്തം ബ്ലഡ് പോകുന്നത് ആൻസർ ബി ആണ് valve between left atrium and ventricle. Left atrium, left ventricle ഇടയ്ക്കുള്ള വാൽവിനെ പറയുന്നത് mitral valve അല്ലെങ്കിൽ bicuspid valve ആണ്. Pacemaker of the heart sinoatrial node ആണ്. Right atriumത്തിലാണ് ഉള്ളത്. ആൻസർ ബി ആണ്. Normal heart rate 60 to 100 ആണ്. 72 ആണ് ആവറേജ്. ആൻസർ ബി ആണ്. Artery carries. ആർട്ടറിക്കകത്ത് ഓക്സിജൻ ഉള്ള ബ്ലഡ് ആണ് ആർട്ടറിക്കകത്തുള്ളത്. ആൻസർ ബി ആണ്. വെയിൻസ് കണ്ടെയ്ൻ വെയിൻസിനകത്ത് ബ്ലഡ് തിരിച്ചു വരാനുള്ള പ്രഷർ കുറവാണ്. അതുകൊണ്ട് ബ്ലഡ് തിരിച്ച് ബാക്ക് ഫ്ലോ പോകാതിരിക്കാൻ വേണ്ടി വാൽവ്സ് ഉണ്ട്. അപ്പോൾ ആൻസർ എ ആണ് വാൽവ്സ്. കാപ്പിലറി സെലോ കാപ്പിലറിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഗ്യാസ് ആയാലും ഓക്സിജൻ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും ബാക്കിയെല്ലാം ന്യൂട്രിയൻസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്ന കാപ്പിലറീസ് ആണ്. ആൻസർ ബി ആണ്. പൾമണറി സർക്കുലേഷൻ ഹാർട്ട് ലങ്സിൻ്റെ ഇടയ്ക്കുള്ള സർക്കുലേഷനാണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. സിസ്റ്റമിക് സർക്കുലേഷൻ മീൻസ് ഹാർട്ടിൽ നിന്ന് ബോഡിയിലേക്കുള്ള സർക്കുലേഷനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിക്കുള്ള സപ്ലൈ ആണ് കിട്ടുന്നത്. ആൻസർ ബി ആണ്. ലാർജസ്റ്റ് ആർട്ടറി ഏറ്റവും വലിയ ആർട്ടറി എന്ന് പറയുന്നത് മെയിൻ ആർട്ടറിയാണ് എയോർട്ട എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. കൊറോണറി ആർട്ടറി സപ്ലൈസ് ഹാർട്ടിൽ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയുടെ പേരാണ് കൊറോണറി ആർട്ടറി. ആൻസർ ബി ആണ്. സെപ്റ്റം എന്ന് പറയുമ്പം ഹാർട്ടിനകത്തുള്ള വെൻട്രിക്കിൾസും ഏട്രിയത്തിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷനെയാണ് സെപ്റ്റം എന്ന് പറയുന്നത്. അപ്പം രണ്ട് സെപ്റ്റം ഉണ്ട്, ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്, ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്. അപ്പോൾ ആൻസർ സി ആണ്. ഹാർട്ട് ചേമ്പേഴ്സ്. റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട്സ് അറ്റ് റെസ്പിറേറ്ററി സിസ്റ്റം തുടങ്ങുന്നത് നോസിൽ നിന്നാണ്. ആൻസർ ബി ആണ്. വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ട്രാക്കിയാണ് മെയിനായിട്ട്. ലാരിങ്സ് കഴിഞ്ഞിട്ടുള്ള ട്യൂബിനെയാണ് ട്രാക്കി എന്ന് പറയുന്നത്. ട്രാക്കി ഡിവൈഡ് ചെയ്ത് ബ്രോങ്കസ് റൈറ്റും ലെഫ്റ്റും ബ്രോങ്കസ് ലങ്സിലേക്ക് പോകും. ആൻസർ ബി ആണ്. വോയിസ് ബോക്സ് എന്ന് പറയുന്നത് ലാരിങ്സ് ആണ്, അതിലൂടെ നിന്നാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ആൻസർ എ ആണ്. ഗ്യാസ് എക്സ്ചേഞ്ച് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് നടക്കുന്നത് ലങ്സിനകത്ത് അൽവേലിയയിലാണ്. അൽവേലിയയിൽ നിന്നാണ് ഡിഫ്യൂസ് ചെയ്ത് ഓക്സിജൻ ബ്ലഡിൽ നിന്ന് എയറിൽ നിന്ന് ബ്ലഡിലേക്ക് പോകുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്ന് എയറിലേക്ക് പോകുന്നു. ആൻസർ ബി ആണ്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ലങ്സിൽ എയർ വന്നു പോകുന്നതിനാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ചിനാണ് ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം ലങ്സിനകത്തുള്ള എയർ വന്നു പോകുന്ന മൂവ്മെന്റിനെയാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഇന്റേണൽ റെസ്പിറേഷൻ ഇവിടെ കിടക്കുന്നത് ടിഷ്യൂസിലാണ്. വെച്ചാൽ ബ്ലഡിൽ ലങ്സിൽ നിന്ന് ബ്ലഡ് പോയിട്ട് ടിഷ്യൂസ് ചെന്ന് കാപ്പിലറി ചെന്നിട്ട് അവിടെ ചെന്ന് അത് എക്സ്ചേഞ്ച് നടക്കുന്നു. ഓക്സിജൻ സെല്ലിനകത്ത് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ബ്ലഡിലേക്ക് കയറി വരുന്നു. അപ്പോൾ അതിനെയാണ് ഇന്റേണൽ എന്ന് പറയുന്നത്. അപ്പം
അവിടുത്തെ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ, ഓക്സിജൻ പോകുന്നത് ഹിമോഗ്ലോബിൻ കൂടെ അറ്റാച്ച് ചെയ്താണ് പോകുന്നത്. ആൻസർ ബി ആണ്. കാർബൺ ഡയോക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് മെയിൻലി ആസ്, കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ആവുന്നത്? ബൈകാർബണേറ്റ്, അത് ബ്ലഡിനകത്തുള്ള ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബൈകാർബണേറ്റ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത്. ആൻസർ ബി ആണ്. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ എത്ര എയർ പോകുന്നു അതിനാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, നോർമൽ ബ്രീതിങ്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ മാക്സിമം എത്ര എയർ നമുക്ക് ഫുൾ ശ്വാസം എടുത്തിട്ട് പുറത്തിട്ട് കളയാൻ പറ്റുന്നതിനാണ് വൈറ്റൽ കപ്പാസിറ്റി. ആൻസർ ബി ആണ്. റെസിഡൽ വോളിയം മീൻസ് നമ്മൾ ശ്വാസം പുറത്ത് വിട്ടാലും കുറച്ച് എയർ ലങ്സിനകത്ത് ബാക്കി ഉണ്ടാവും, അതിനാണ് റെസിഡൽ വോളിയം. ആൻസർ ബി ആണ്. റെസ്പിറേറ്ററി സെന്റർ, നമ്മൾ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിനിനകത്ത് നമ്മളുടെ ബ്രെയിൻ സ്റ്റെം ഉണ്ട്, അല്ലെങ്കിൽ മെഡുല എന്ന് പറയും. മെഡുലയിലുള്ള സെന്ററാണ് റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻസർ എ ആണ്. ഡയഫ്രാം കോൺട്രാക്ഷൻ, ഡയഫ്രാം എന്ന് പറയുന്നത് ചെസ്റ്റ് അബ്ഡോമിനൽ ഇടയ്ക്കുള്ള സെപ്പറേഷൻ ആണ്, മസിലാണ് ഡയഫ്രാം എന്ന് പറയുന്നത്. ഡയഫ്രാം മൂവ് ചെയ്യുമ്പോഴാണ് ബ്രീതിങ് നടക്കുന്നത്. അപ്പോൾ ഡയഫ്രാം കോൺട്രാക്ട് ചെയ്യുമ്പം ചെസ്റ്റിനകത്ത് വോളിയം കൂടുമ്പോൾ എയർ പുറത്തുനിന്നകത്തേക്ക് വരും. ആൻസർ ബി ആണ്. എക്സ്പിറേഷൻ ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ്. ആൻസർ ബി ആണ്. നമ്മൾ ശ്വാസം അകത്ത് എടുക്കാനായിട്ട് നമ്മൾ മസിൽസ് വർക്ക് ചെയ്താലേ ശ്വാസം അകത്തേക്ക് വരികയുള്ളൂ. പക്ഷേ ശ്വാസം പുറത്തേക്ക് പോകുന്നത് ലങ്സിൻ്റെ ഒരു ഇലാസ്റ്റിക് നേച്ചർ കൊണ്ടാണ് ശ്വാസം തിരിച്ചു പോകുന്നത്. അപ്പം അതിന് എനർജിയുടെ ആവശ്യമില്ല. ശ്വാസം എടുക്കാനായിട്ട് എനർജി വേണം, ശ്വാസം വിടാൻ എനർജി വേണ്ട. അപ്പം എക്സ്പിറേഷൻ എനർജി വേണ്ട, അതുകൊണ്ട് പാസീവാണ്. ആൻസർ ബി ആണ്. ബ്രോങ്കൈ ഡിവൈഡ്സ് ഇൻ ടു, നമ്മൾ മെയിൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ റൈറ്റ് ലെഫ്റ്റ് ബ്രോങ്കൈ ഡിവൈഡ് ചെയ്യുന്ന, ബ്രോങ്കൈ പിന്നെ ഫർദർ ബ്രാഞ്ച് ഡിവൈഡ് ചെയ്യും, അതിന് പറയുന്നത് ബ്രോങ്കിയോൾസ് എന്ന് പറയും. ആൻസർ ബി ആണ്. പ്ലൂറ കവേഴ്സ്, ലങ്സിന്റെ കവറിങ്ങിന് പ്ലൂറ എന്ന് പറയും. ഹാർട്ടിന്റെ കവറിങ്ങിന് പെരിക്കാർഡിയം എന്ന് പറയും. ബ്രെയിനിന്റെ കവറിങ്ങിന് മെനിഞ്ചസ് എന്ന് പറയും. അപ്പം ഇതിന്റെ ആൻസർ ബി ആണ്, ലങ്സ്. റെസ്പിറേറ്ററി റേറ്റ്, നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 12 to 20 ആണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഹീമോഗ്ലോബിൻ ക്യാരീസ്, ഹീമോഗ്ലോബിൻ ഓക്സിജൻ ആണ് ക്യാരി ചെയ്യുന്നത്. ആൻസർ നോർമലി ഓക്സിജൻ ആണ് ക്യാരി ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ബാരോ റിസപ്റ്റർ എന്ന് വെച്ചാൽ പ്രഷർ അളക്കുന്ന സെൻസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ്. അത് നമ്മൾ ബ്ലഡിന്റെ പ്രഷർ നമ്മുടെ ബോഡിക്ക് നാച്ചുറലി അളക്കുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിനാണ് ബാരോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രഷറാണ് അളക്കുന്നത്. ആൻസർ ബി ആണ്. ഹീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽസിന്റെ അളവ് അളക്കാണ്. pH അല്ലെങ്കിൽ ഗ്യാസസിന്റെ അളവൊക്കെ അളക്കുന്നത് ഹീമോ റിസപ്റ്റേഴ്സ് ആണ്. ആൻസർ ബി ആണ്. ബ്ലഡ് ഫ്ലോ ഫ്രം ആട്രിയ ടു വെൻട്രിക്കിൾ, ആട്രിയ നിന്ന് വെൻട്രിക്കിലേക്ക് പോകുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത് വാൽവ്സ് ആണ്. ആൻസർ ബി ആണ്. പൾമണറി വെയിൻ ക്യാരീസ്, പൾമണറി വെയിനിലകത്ത് എന്താ ഉള്ളത്? ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡാണ് പൾമണറി വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ ഉള്ള ബ്ലഡാണ്. ആൻസർ ബി ആണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ്. റൈറ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ബ്ലഡ് ടു, റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് ബ്ലഡ് പോകുന്നത് ലങ്സിലേക്കാണ്. ആൻസർ ബി ആണ്. ലെഫ്റ്റ് ആട്രിയം റിസീവ്സ് ബ്ലഡ് ഫ്രം, ലെഫ്റ്റ് ആട്രിയം ബ്ലഡ് റിസീവ് ചെയ്യുന്നത് ലങ്സിൽ നിന്നാണ്. ആൻസർ ബി ആണ്. സ്ട്രോക്ക് വോളിയം എന്ന് പറയുമ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എത്ര ബ്ലഡ് പുറത്തേക്ക് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്നു അതിന് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, ബ്ലഡ് പെർ ബീറ്റ്. കാർഡിയക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ സ്ട്രോക്ക് വോളിയം അളന്നിട്ട് ഒരു മിനിറ്റിൽ എത്ര തവണ ഹാർട്ട് പമ്പ് ചെയ്യുന്നു കണക്ക് കൂട്ടും. അപ്പോൾ അത് ഹാർട്ട് റേറ്റ് ആണ്. അപ്പോൾ ഹാർട്ട് റേറ്റും സ്ട്രോക്ക് വോളിയം കൂടെ ചേരുമ്പോഴാണ് കാർഡിയക് ഔട്ട്പുട്ട് ആവുന്നത്. ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം.
ആൻസർ സി ആണ്. എൻഡോകാർഡിയം എന്ന് വെച്ചാൽ ഹാർട്ടിനകത്തുള്ള ലൈനിങ്ങാണ് ഇന്നർ ലൈനിങ്. മയോകാർഡിയാണ് ഹാർട്ടിന്റെ മസിൽ എന്ന് പറയുന്നത്. ആൻസർ സി ആണ്. എപ്പികാർഡിയം എന്ന് പറയുന്നത് പെരികാർഡിയം എന്ന് പറയും, എപ്പികാർഡിയം എന്ന് പറയും. ഏറ്റവും പുറത്തുള്ള ലൈനിങ് ആണ്. റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ്. റെസ്പിറേഷന് ബ്രെയിനിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിനിനകത്ത് മെഡില്ല എന്നാണ് കൺട്രോൾ ആവുന്നത്. ബ്രെയിൻ സ്റ്റം അല്ലെങ്കിൽ മെഡില്ല. ആൻസർ ബി ആണ്. ഡെഡ് സ്പേസ് എന്ന് വെച്ചാൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനൊന്നും നടക്കുന്നില്ല. ചില സ്ഥലത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ അൽവേലിയ വഴിയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ബാക്കി സ്ഥലത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാത്ത സ്ഥലങ്ങളുണ്ട്. കാരണം അവിടുത്തെ എയർ പോകുന്ന ഏരിയ ആണ്, പക്ഷേ എക്സ്ചേഞ്ച് നടക്കാത്ത ഏരിയ ആണ്. അപ്പം അതിനെ പറയുന്നത് ഡെഡ് സ്പേസ് എന്ന് പറയും. അപ്പം ആൻസർ ബി ആണ്. നോ എക്സ്ചേഞ്ച് ഏരിയ. ഇൻസ്പിറേഷൻ ഈസ് ആക്റ്റീവ് ഡ്യൂ ടു മസിൽസ് ഉണ്ടെങ്കിൽ ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ശ്വാസം പുറത്തേക്ക് വിടുന്നത് മസിൽസിൻ്റെ ആവശ്യമില്ല. ലങ്സിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ കൊണ്ട് തന്നെ ശ്വാസം പുറത്തേക്ക് പൊയ്ക്കോളൂ. അപ്പം ആക്റ്റീവ് ആണ്. ഇൻസ്പിറേഷൻ ആക്റ്റീവ് ആണ്, കാരണം അതിനകത്ത് മസിൽസ് വേണം. ആൻസർ എ ആണ്. ഓക്സിജൻ ഡിഫ്യൂസസ് ഡ്യൂ ടു ഓക്സിജൻ എങ്ങനെയാണ് ലങ്സിൽ അൽവിയോലയിൽ ബ്ലഡിലേക്ക് പോകുന്നത്? പ്രഷർ ഡിഫറൻസ് ആണ്. ലങ്സിനകത്ത് അൽവിയോലയ്ക്കകത്ത് ഓക്സിജൻ്റെ പ്രഷർ കൂടുതലും ബ്ലഡിനകത്ത് ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് ആ പ്രഷർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി അകത്തേക്ക് പോകും, ബ്ലഡിലേക്ക് പോകും. അപ്പോൾ ആൻസർ എ ആണ്. കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസസ് ഫാസ്റ്റർ ദാൻ ഓക്സിജൻ ബിക്കോസ് കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് ഓക്സിജനെക്കാട്ടി പെട്ടെന്ന് അത് മൂവ് ചെയ്യും. കാരണം അത് ഫ്ലൂയിഡിൽ പെട്ടെന്ന് ഡിസോൾവ് ആവുന്ന ഗ്യാസാണ്. അത് സൊല്യൂബിലിറ്റി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഇന്റർകോസ്റ്റൽ മസിൽസ് ഹെൽപ്പ്. ഇന്റർകോസ്റ്റൽ മസിൽസ് പറയുന്നത് റിബ്സിൻ്റെ ഇടയ്ക്കുള്ള മസിലാണ് ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുന്നത്. അത് ശ്വാസം എടുക്കാൻ സഹായിക്കുന്ന മസിലാണ്. ആൻസർ ബി ആണ്, ബ്രീതിങ്. എസ്സേ ക്വസ്റ്റ്യൻസ് 10 ഉണ്ട്. ഇതിനെ നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കണം. സ്റ്റഡി മെറ്റീരിയലിൽ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അത് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.